വീടിൻ്റെ പാലുകാച്ചൽ ഡേയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഓരോ സാധനങ്ങളുമായിട്ട് വീട്ടിലോട്ട് കയറി വരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ഏറ്റവും സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ഈ ഭവനത്തെ ഏറ്റവും സന്തോഷത്തോടെ വസിക്കുന്നതിന് മുൻപായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഈ നിമിഷത്തിൽ ഈ കൃപയെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. നമ്മളെ സഹായിച്ച വ്യക്തികളെ നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമ്മളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ രീതിയിലും നമ്മെ താങ്ങും തണലുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെ നമുക്ക് ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ ഭവന നിർമ്മാണത്തിനായി കൂടെയുണ്ടായി സഹായിച്ച എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഉപകാരികൾ എല്ലാവരെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിട്ട് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവേ, അങ്ങേ നാമത്തെ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ. സഖ്യബോസിന്റെ ഭവനം സന്ദർശിച്ച ആ കുടുംബത്തിന് രക്ഷപ്രദാനം ചെയ്ത ഈശോയെ, അങ്ങേ സന്ത സാന്നിധ്യത്താൽ ഈ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അപ്പോൾ ദാവീദ് രാജാവ് അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനടുത്ത് ചെന്നു കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്കെത്ര ഭാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുൾ ചെയ്തിരുന്നുവല്ലോ. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുൾ ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങ് തന്ന ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല സാന്നിധ്യവും സംരക്ഷണവും ഈ ഭവനത്തിൽ എന്നും ഉണ്ടായിരിക്കണമേ. ഈ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും മറ്റുള്ളവരും അങ്ങയുള്ള സ്നേഹത്തിലും പരസ്പര ഐക്യത്തിലും ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടൊള്ളണമേ. പ്രിയമുള്ളവരെ, തീർത്ഥം തളിച്ച് നാം ഈ ഭവനത്തെയും നമ്മളെ ഓരോരുത്തരെയും ആശീർവദിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് യാചിക്കാൻ. കുടുംബങ്ങളുടെ നാഥയാണ് പരിശുദ്ധ അമ്മ. ഉണ്ണിയേശുവിനെ സംരക്ഷിച്ച് കാത്തു പരിപാലിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ആവർത്തിച്ച് നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. തിരുഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് കുടുംബ പ്രതിഷ്ഠാ ജപം നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും വസിക്കുന്നവരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ രാജാവായിരിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ. സന്തോഷങ്ങൾ ശുദ്ധീകരിക്കണമേ. സങ്കടങ്ങളെ ആശ്വാസം നൽകണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ കൽപ്പനകൾ ലംഘിക്കുവാൻ ഇടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെയുള്ളവരെയും അകന്നിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ ബന്ധുമിത്രങ്ങൾ
ഞങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് സ്വീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് പാല് പെട്ടെന്ന് വലിയ അടച്ചതല്ലേ മോനെ? ചെറിയ കുഞ്ഞു കുഞ്ഞിന്റെ നടുക്ക് അല്ലേ? എന്റെ കണ്ണന് കാണണ്ടേ, അതുകൊണ്ട് ഞാൻ എടുക്കാൻ പറയുന്ന കൊച്ചിനോട് മാറ്റം അല്ലേ? എങ്ങോട്ടങ്ങോട്ട് കൈ കാണിച്ചു ഇതിലെങ്ങനെയാ കളത്തിന്റെ ആണ്. നല്ല മധുരം വേണമെന്ന് പറയണ്ടേ? അതെ അതൊക്കെ നീ കഴിഞ്ഞിട്ട് തുടങ്ങാം, കുഴപ്പമില്ല. മമ്മി രണ്ടുപേരെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഉണ്ടായ അല്ലെങ്കിൽ ഇമോഷണലായ ഒരു ഡേ എനിക്ക് വേറെയില്ല. ഈ 2 ദിവസങ്ങൾ വളരെ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ വീട്ടിൽ. എന്താ പറയുക, ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഞങ്ങളുടെ ചെറിയ വീട്. ഒരുപാട് ആഗ്രഹിച്ച് ഓരോ മുക്കും മൂലയും എങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.